ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 1 നമ്മുടെ വർഷയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട് രഞ്ജിനി. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, വർഷ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പേളി മാണിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിന് ഈ സ്റ്റേജിൽ വെച്ച് രഞ്ജിനിയാണെന്ന് പറയുന്നു? രഞ്ജിനിയെ സുഖിപ്പിക്കാനാണോ? അത് നമ്പർ 1 ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ഒരാളെ റിയാസ് സെലക്ട് ചെയ്യുന്നു, അനഘ. പക്ഷേ ഈ അനഘ തന്നെ പറയുന്നു എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? അഖിൽ മാരാറാണ്. അതുപോലെ തന്നെ നമ്മുടെ അഭിരാമിനെ സെലക്ട് ചെയ്തിട്ട് റിയാസ് മണി അടിച്ചു വിടുന്നുണ്ട്. എന്തോ വിഷയം ഇതിനിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 1 ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വന്നു കഴിഞ്ഞു. ഞാൻ അതിന്റെ റിവ്യൂ സഹിതം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ പോയി കണ്ടു നോക്കാം. പക്ഷേ റിവ്യൂ കഴിഞ്ഞെങ്കിലും കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമ്മളത് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് ബാക്കിയുണ്ട്. ഇതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും കുറേ കട്ടായി പോകുന്നുണ്ടെന്നും സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം 1 മണിക്കൂറത്തെ ഷോയാണ്. പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ജഡ്ജസിന്റെ കയ്യിലാണ് പൂർണ്ണമായിട്ടും എന്തുള്ളത്? അന്തിമ വിധി ഉള്ളത്. കാരണം നമ്മളൊരു ഗെയിമിൽ ജയിച്ചാലോ തോറ്റാലോ ദാറ്റ് ഡസന്റ് മാറ്റർ. പക്ഷേ ഈ പറയുന്ന ജഡ്ജസ് ആണ് തീരുമാനിക്കുന്നത് നമ്മളെ ഇന്നാക്കാൻ പറ്റുമോ ഔട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മുടെ ഹോൾ ഡീറ്റെയിൽസ് ജഡ്ജസിന് അറിയാം. ജഡ്ജസ് ആണ് ഇതിന്റെ ഫൈനൽ അന്തിമ വിധി കർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഏതുപോലെ നമ്മുടെ ബിഗ് ബോസിലെ ജഡ്ജസ് പോലെ ഏതെങ്കിലും ടാസ്ക് കൊടുക്കുമ്പോൾ അതിലെ വിധി കർത്താവ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഫേവർ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് സംഭവം പറയാം. ആദ്യം തന്നെ എന്റെ മുള്ളറ്റ് മീഡിയയിലോട്ട് കയറി വരുന്ന എല്ലാവർക്കും സ്വാഗതം. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ ആണ്, കോൺഫിഡൻസ് ആണ്. വീഡിയോയുടെ താഴെ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യണം. അതോടൊപ്പം FBയിലോ ഇൻസ്റ്റയിലോ ആണ് വീഡിയോ കാണുന്നെങ്കിൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീഡിയോ യൂട്യൂബിൽ കാണുന്നവരൊന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ റിവ്യൂ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഇന്ന് പറയാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമുക്കറിയാം ജഡ്ജസ് പല രീതിയിൽ കണ്ടസ്റ്റൻസിനെ എക്സ്പോസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു തുക്കടാ ഷോ ആയിരിക്കും ഇത് എന്ന് പറഞ്ഞ് കാണാൻ പോയാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ലോക്കപ്പിന്റെ ഫസ്റ്റ് ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിൽ തന്നെ അവരെ കുറെ പേരെ എക്സ്പോസ് ചെയ്യിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ലോക്കപ്പിന്റെ ടീം. അപ്പൊ അതിന്റെ ഒരു മിനി വെർഷൻ അതാണെന്ന് പറയാൻ പറ്റില്ല, അതും ഇതും കൂടെ ഗജാന്തരമാണ്. എന്നാലും അതിന്റെ ഒരു മിനി വെർഷൻ പോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ടെന്നാൽ അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനോട് അവര് മുൻപ് ബിഗ് ബോസിന്റെ ഓഡീഷൻ സമയത്ത്, ഇന്റർവ്യൂ സമയത്ത്, ഇതിന്റെ സെലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിയററ്റിക്കലി അല്ലെങ്കിൽ അവർ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അവിടെ റെക്കോർഡാണ്. അവരുടെ കയ്യിൽ തെളിവ് സഹിതം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒപ്പീനിയൻസ്, നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ്, നമ്മൾ ഹേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള സീസൺ, ഇഷ്ടമില്ലാത്തത്, ബിഗ് ബോസിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എസ്പെഷ്യലി അവരുടെ കയ്യിൽ ഓരോ കോപ്പി വീതം ഓരോ ജഡ്ജസിന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കള്ളമാണെങ്കിൽ പോലും അതിനെ പിന്നീട് നമുക്ക് മാറ്റി പറഞ്ഞ് എനിക്ക് അന്നേരം തെറ്റ് പറ്റിയതാണെന്ന് തിരുത്താൻ പോലും പറ്റില്ല. വൈ? ബിക്കോസ് കാരണം അവരുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പിയുണ്ട്. അപ്പോൾ അവരത് പൊക്കും, നമ്മൾ എക്സ്പോസ് ആവും, പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ ആരാവും? നമ്മൾ നിലപാടില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം ജഡ്ജസ് എക്സ്പോസ് ചെയ്യിക്കാനിരിക്കുന്നു, എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നലെ അതിലൊരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് നടന്നത് നമ്മുടെ വർഷയും രഞ്ജിനിയും കൂടെ തന്നെയാണ്. വർഷയുടെ രഞ്ജിനി സെലക്ട് ചെയ്ത ടീമിനകത്തുള്ള ആളാണ് നമ്മുടെ വർഷ ആൻഡ് വിജി എന്ന് പറയുന്നത്. അതിനകത്ത് രഞ്ജിനി ചോദിക്കുന്നുണ്ട്, വർഷയുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണ് ബിഗ് ബോസിൽ? അത് രഞ്ജിനി ചേച്ചി തന്നെയാണ് എന്ന് ഒട്ടും ചിന്തിക്കാതെ ആര് മറുപടി കൊടുക്കുന്നുണ്ട്? വർഷ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അപ്പൊ തന്നെ രഞ്ജിനി തിരിച്ച് പേപ്പർ പൊക്കി വർഷയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും എഴുതിയ പേപ്പർ സഹിതം പറയാണ്. ഇതെങ്ങനെ ശരിയാവും? രഞ്ജിനി ഞാൻ തന്നെയാണോ? ഒന്ന് ഓർത്ത് നോക്ക്, അത് തന്നെയാണോ ഓഡീഷൻ സമയത്തൊക്കെ പറഞ്ഞത്? അത് ഞാൻ എന്നിങ്ങനെ ആലോചിക്കാൻ ആര്? നമ്മുടെ വർഷ. ഇതിൽ എഴുതിയിരിക്കുന്നത് പേളി മാണി എന്നാണ്. അത് ചിലപ്പോൾ ആയിരിക്കാം എന്നിങ്ങനെ പെട്ടെന്ന് വർഷ പറയുകയാണ്. വേണ്ട, വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ, വിട്ടേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രഞ്ജിനി വിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ കാണുമ്പോൾ വർഷ അവിടെ കള്ളം പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുവാണ്, അല്ലേ? 2 നിലപാട് രഞ്ജിനിയെ സുഖിപ്പിക്കാനായിട്ട് പറഞ്ഞ പോലത്തെ ഒരു ലെവലായിട്ട് വർഷ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇപ്പോൾ പേളി മാണിയുടെ പേരാണ് ഓൾറെഡി പറഞ്ഞിരുന്നത്, ഫേവറേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് രഞ്ജിനി എന്നാണ് സ്റ്റേജിൽ പറഞ്ഞത്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പം നമുക്കറിയാം പേളി മാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ നമ്മുടെ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിന് ശേഷം പേളി മാണിക്ക് ഉണ്ടാകുന്ന ഫോളോവേഴ്സിലുള്ള ഇടിവ്, അതുപോലെ തന്നെ വ്യൂവർഷിപ്പിലുള്ള ഇടിവ്, ആൾക്കാർ അൺഫോളോ അടിച്ചത്, നമുക്ക് എല്ലാവർക്കും കുറേ പേർക്ക് ഇപ്പോൾ ഇഷ്ടമല്ലാത്തൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ പേളി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ മുന്നേ ആയിരിക്കണം
നമ്മുടെ ഈ പറയുന്ന സംഭവം ഈ ഇവരെഴുതി കൊടുത്തിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പേളി മാണിയാണ് എൻ്റെ ഫേവറേറ്റ് എന്നൊക്കെ ഓഡീഷനൊക്കെ നടക്കുന്നത് എപ്പോഴായി, ജന്തർ മന്ദർ ഇഷ്യൂനൊക്കെ മുന്നേ അല്ലേ ഓഡീഷൻ നടക്കുന്നത്, അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം പേളി മാണി എന്ന്. മനസ്സിലായോ? പക്ഷേ ഈ ഷൂട്ട് എപ്പിസോഡ് 1 ഷൂട്ട് നടക്കുന്നത് എപ്പോഴാണ്? ജൂലൈ 26, 27 ആ ഒരു സമയത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ പേളിമാണിയുടെ ഇഷ്യൂ വൈറലായി കഴിഞ്ഞു. പേളിമാണി മറ്റു സംഭവം പറഞ്ഞു കഴിഞ്ഞു. 21, 22 എന്തോ അല്ലേ പേളിമാണി ഈ വിഷയം പറയുന്നത്. അപ്പോൾ 26 എന്ത് ചെയ്യുന്നത്? പേളിമാണി ഈ പറയുന്ന ഗ്രാൻഡ് ലോഞ്ചിന്റെ ഷൂട്ട് നടക്കുന്നത് BB അഗ്നിപരീക്ഷയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേളിമാണി ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വർഷമെങ്കിൽ അങ്ങനെയല്ല, ഇതാണ് സംഭവം എന്ന് പറയാനുള്ള ഉള്ള ഒരു സാധനം. അതവിടെ നോർമലി ഇപ്പോൾ ഫേവറേറ്റ് ആരാന്ന് നോക്കുമ്പോൾ രഞ്ജിനി എന്ന് കണ്ണും പൊട്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ അവിടെ വർഷം ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു. ആരാ ഫേവറേറ്റ് എന്ന് ചോദിച്ചപ്പോൾ പേളി മാണി ആയിരുന്നു എന്നൊരു വേർഡ് പറഞ്ഞിരുന്നെങ്കിൽ ആയിരുന്നോ, അതെന്ത് പറ്റി എന്ന് ചോദിക്കാം. പക്ഷെ അത് അങ്ങനെയല്ല പറഞ്ഞത്. രഞ്ജിനി ചേച്ചി എന്ന് കണ്ണും പൊട്ടി പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെയാണ് ഓഡിഷൻ, അത് ഞാൻ പേളി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ആയിരിക്കാം. അപ്പം ഇങ്ങനെ കിടന്ന് തപ്പിത്തടയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മളാണ് മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിത്വമായിട്ട് പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സിമ്പിൾ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എവിടെ? ബിഗ് ബോസിൽ. അപ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈവൻ ജന്തർ മന്ദർ ഇഷ്യൂ, പ്രൊട്ടസ്റ്റ് ഇഷ്യൂ, അതിനെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ അഥവാ സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഷോ ആകെ 55 മിനിറ്റേ ഉള്ളൂ. 1 മണിക്കൂറിനകത്ത് അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. മാത്രവുമല്ല, ഈ പറയുന്ന അഗ്നിപരീക്ഷ 1 മണിക്കൂർ കൊണ്ടല്ലല്ലോ അവിടെ മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. കുറേ സമയം എടുത്തിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ പോർഷൻസ് കട്ടാവും. സ്വാഭാവികം 24/7 ലൈവ് വരെ കട്ടാവുന്നു. പിന്നെയാണ് ഇനി ഷൂട്ട് ചെയ്യുന്ന സാധനം. അപ്പം അതുകൊണ്ട് ഇനി കട്ടായി പോയ ഒരു സാധനമാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം അത് എനിക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. പേളി മാണി എന്ന് എഴുതിയതിന്റെ പിന്നിൽ ഇന്നലെ ഈവൻ ഞാൻ റിവ്യൂ ഇട്ടപ്പോൾ പോലും ഞാൻ പറഞ്ഞിരുന്നത് എന്തുവാണ്? ഇവളുടെ വിഷയം കള്ളം പറഞ്ഞു നുണ പറഞ്ഞ ആളെ പൊക്കി രഞ്ജിനി എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനൊരു ഇഷ്യൂ കൂടി പേളി മാണിന്റെ പേര് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനൊരു ഇഷ്യൂ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ദ സെക്കൻഡ് തിങ് ഈസ് അനഘയെ ചൂസ് ചെയ്യുന്ന നമ്മുടെ റിയാസ്. അഖിൽ മാരാറുടെ പൊളിറ്റിക്സിനെതിരായിട്ടുള്ള ഒരാൾ ഞാൻ എൻ്റെ ടീമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചാടി വരുന്ന ആളാണ് അനഘ. അപ്പോൾ അനഘയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? അഖിൽ മാരാർ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്, ഞാൻ നേരത്തെ അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞത്. ഇഷ്ടമില്ലാത്ത ആളെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം നിങ്ങൾ തിരിച്ചു പറഞ്ഞു അത് അങ്ങനെയല്ല, കണ്ടസ്റ്റന്റ് ആയിരിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ പുറത്തിറങ്ങിയിട്ടുള്ള അഖിൽ മാരാറുടെ പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അഖിൽ മാരാറോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് എനിക്ക് ലാലേട്ടൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം ലാലേട്ടൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമല്ലെന്ന് പറയാം. അപ്പം രഞ്ജിനി പറഞ്ഞത് അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. സംഭവം അതാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, റിയാസ് അവിടെ ഉദ്ദേശിച്ചൊരു സാധനം അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത എന്നുദ്ദേശിച്ചത് ജനറലി ആ പൊളിറ്റിക്സ് എന്നുള്ള വേർഡ് രാഷ്ട്രീയം എന്ന് പറയുന്നെങ്കിലും അഖിൽ മാരാറുടെ ഗെയിം, അഖിൽ മാരാറുടെ എന്താ പറയുക ടോട്ടൽ ഹോൾ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ അഖിൽ മാരാർ കാണിക്കുന്ന സാധനം ഇഷ്ടമല്ലാത്ത ഒരാൾ എൻ്റെ ടീമിലേക്ക് വരൂ എന്നതായിരിക്കാം റിയാസ് ഉദ്ദേശിച്ചത്. അവിടെ പർട്ടിക്കുലർലി പൊളിറ്റിക്സ് എന്നുള്ള വേർഡ്, രാഷ്ട്രീയം ഈസ് എലക്ഷൻ രാഷ്ട്രീയം, അതല്ലാതെ മറ്റൊരു പൊളിറ്റിക്സും കൂടി നമുക്കുണ്ട്. എന്താണ് പൊളിറ്റിക്സ്? അൻസിഫിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിഫിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗെയിം, അല്ലെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ അനാലിസിസ് മൊത്തം എൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അത് അൻസിഫിന്റെ പൊളിറ്റിക്സ് ആണ്. വേറൊരാളുടെ ചാനൽ എടുത്ത് കഴിഞ്ഞാൽ അയാളുടെ പൊളിറ്റിക്സ് ആണ് അല്ലേ? ഇത് രാഷ്ട്രീയം എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല. അപ്പോൾ റിയാസ് ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ആ പൊളിറ്റിക്സ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അനഘയെ റീക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് റിയാസ് ചോദിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ട അനഘ എന്താ വിചാരിച്ചത്? അഖിൽ മാരാറുടെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, അതായത് അഖിൽ മാരാർ 2020 നിന്ന കേസാണെന്നാണ് നമ്മുടെ അനഘ ഉദ്ദേശിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അഭിരാമുമായിട്ട് സംസാരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ റിയാസ് മണി അടിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ആളുടെ കാര്യം, എനിക്ക് ഇയാളുടെ കാര്യം കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത മസിൽ മാൻ, ബൈസെപ്സ് ഉള്ള മാനാണ്. പക്ഷേ അവസാനം അഭിരാമിനെ സ്കിപ്പ് ചെയ്താണ് ആര് പോകുന്നത്? റിയാസ് പോകുന്നത്. അപ്പോൾ എന്തോ ഒരു സാധനം അതിനിടയിൽ കട്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് വന്നത്. ജഡ്ജസിൻ്റെ കയ്യിലാണ് അന്തിമ വിധി എന്ന് പറയുന്ന സാധനം ഉള്ളത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ടോപ്പിക്കുകൾ ഇതിനെക്കുറിച്ച്, ബിഗ് ബോസ് അഗ്നിപരീക്ഷയെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയ ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയതല്ല ഒന്നും കൂടെ എടുത്ത്
റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പീനിയൻസ് ഇങ്ങനെ ഇടാം. എന്തെങ്കിലും സംഭവങ്ങൾ വിട്ടു പോയിട്ടുണ്ടെന്ന്. ഇനി തുടക്കത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് പേഴ്സണലി ഇവർക്ക് കുറച്ച് ഇതുണ്ട് എന്ന് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നൊന്നും കൂടി പറയാം ആരൊക്കെയാണ്. കുറച്ച് പേര് എനിക്ക് അങ്ങോട്ട് സെറ്റ്. റാഷ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ ഇന്നലെ കരഞ്ഞ പൂജ കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ജയിക്കണം എന്നുള്ള ഒരു വാശി ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്, ആ താക്കോൽ ഇല്ലാഞ്ഞിട്ടോ ഇല്ല ഞാൻ പോകത്തില്ല, ഞാൻ കിട്ടിയല്ല. അപ്പം ആ ഒരു ഗെയിമിൻ്റെ അടുത്തുള്ള ഒരു ആത്മാർത്ഥത പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരാളാണ് പൂജ. ദെൻ ഷിബിന നിറത്തിൻ്റെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഗേൾ ആയിട്ടുള്ള എനിക്ക് ബിഗ് ബോസിൽ എത്തണം, ബ്രൗൺ ഗേൾ എല്ലാവർക്കും ഇവിടെ സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് വന്ന ഒരാളാണ് ഷിബിന. ദെൻ പ്രണവിൻ്റെ കോൺഫിഡൻസ് ലെവല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദെൻ നയനയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓവറോൾ ആ ഒരു ലുക്കും ആ ഒരു എന്താ ഒരു വേർഡ് പറയുമല്ലോ അതിന്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡും എനിക്ക് ബിഗ് ബോസിന് പറ്റിയ ഒരു സാധനമായിട്ട് നയനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ പറയാനുള്ളത് നമ്മുടെ എന്തുവാണ്, യെൽദോ ഈസ് സച്ച് ലൈക്ക് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ അല്ലേ. എനിക്കങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഷാനോ തോമസ്, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഷാനോ തോമസിൽ എനിക്ക് വല്ലാണ്ട് ഒരു എനർജി, ഭയങ്കര കോൺഫിഡൻസ്. അത് കൂടാതെ ഓവർ കോൺഫിഡൻ്റ് ആവാതിരുന്നാൽ മതി. ഷാനോ തോമസിലും എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഷിജിൻ അതിനകത്തും എനിക്കൊരു എന്താ പറയുക, ഷിജിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഷിജിന് നല്ല പറഞ്ഞത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കയറി വന്ന ഒരാളുടെ ജയിക്കണം എന്നുള്ളൊരു ഉള്ളിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതെല്ലാം പേഴ്സണാലിറ്റിയാണ്. ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇന്നലെ ഓവറോൾ എല്ലാവരും ഓരോ കൊണ്ട് പറ്റുന്ന മാക്സിമം ലെവലിൽ ട്രൈ ചെയ്തു. നമുക്ക് നോക്കാം ഡേഞ്ചർ സോണിലുള്ള ആരൊക്കെ ഔട്ടാകും എന്താവും എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ, അടുത്ത പ്രൊമോ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.